ഹായ് ഫ്രണ്ട്സ്, ബോനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽസ് ഓഫ് GBDT അഥവാ ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസിഷൻ ട്രീസ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. ഈ ക്ലാസ് പറഞ്ഞാൽ ബൂസ്റ്റിങ്ങിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് പ്രീവിയസ് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസിഷൻ ട്രീ അഥവാ GBDT. എന്താണ് GBDT എന്ന് പറഞ്ഞാൽ എൻസെമ്പിൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ആണ് ഇറ്റ് ബിൽഡ് സീരീസ് ഓഫ് ഡിസിഷൻ ട്രീസിന്റെ സീരീസ് ഓഫ് ഡിസിഷൻ ട്രീസ് ബിൽഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ വേർ ഈച്ച് ന്യൂ ട്രീ ട്രൈ ടു കറക്റ്റ് മിസ്റ്റേക്ക് ഓഫ് പ്രീവിയസ് ട്രീ. ഇപ്പോൾ ഉദാഹരണത്തിൽ ഈ ഒരു ഇത് റൂട്ട് ട്രീ ആണ്, റൂട്ട് ട്രീസ്, ഇതിന് ബ്രാഞ്ച് ട്രീ. അപ്പൊ ഇതിലുണ്ടാകുന്ന ഒരു എറർ ഉണ്ടാവുമല്ലോ, ഈ എററിന് അടുത്ത ട്രീ കറക്റ്റ് ചെയ്യും, പിന്നെ ഇതിലുണ്ടാകുന്നതിന് അടുത്ത ട്രീ കറക്റ്റ് ചെയ്യും. അങ്ങനെ അതാണ് ഈ GBDT അഥവാ ഗ്രേഡിയന്റ് ബൂസ്റ്റഡ് ഡിസിഷൻ ട്രീയിൽ ചെയ്യുന്നത്. ഇത് യൂസ് ഗ്രേഡിയന്റ് ഡിസ്റ്റൻസ്. അപ്പം വേറെ ഡൗട്ട് ഉണ്ടാകുന്ന വെച്ചാൽ കറക്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു, പ്രീവിയസ് ട്രീയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗ്രേഡിയന്റ് ഡിസെൻറ്റ്. ഇതാണ് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മിനിമൈസ് ദ ലോസ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ ലോസ് ഫംഗ്ഷൻ മീൻസ് എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡിയന്റ് ഡിസെൻറ്റ്. ഓക്കെ, ഹൗ ഇറ്റ് വർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ മോഡൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് പ്രഡിക്റ്റിംഗ് ദ മീൻ ഓഫ് ദ ടാർഗറ്റ്. ഇതാണ് സ്റ്റാർട്ട് സിമ്പിൾ മോഡൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രഡിക്റ്റ് ദ മീൻ ഓഫ് ടാർഗറ്റിന്റെ മീൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, മീൻ വാല്യൂ. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കമ്പ്യൂട്ടർ റെസിജ്വൽ, ദാറ്റ് മീൻസ് എറർ കണ്ടുപിടിക്കുന്നു ബിറ്റ്വീൻ ദ പ്രഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ. ഓൾറെഡി പറഞ്ഞതാണ്, ആക്ച്വൽ വാല്യൂന്റെയും പ്രഡിക്റ്റഡ് വാല്യൂ. ഇപ്പൊ നമ്മൾ ഒരു ഡിസിഷൻ ട്രീ എടുത്ത് ഈ ഒരു ട്രീയിൽ ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫൈൻഡിങ്സ് ഇല്ലേ, ഇതിപ്പോ ഉദാഹരണത്തിൽ ആക്ച്വൽ വാല്യൂ 80 ആണ്. അപ്പൊ ഈ ഒരു ഡിസിഷൻ ട്രീയിൽ എത്തുമ്പോൾ ഇവിടെ നമുക്ക് 70 പ്രൊഡിക്റ്റഡ് വാല്യൂ പ്ലസ് 10 എററും കിട്ടി. ഓക്കെ, ഈ 10 എറർ ഉണ്ടല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസിഷൻ ട്രീ ഉണ്ടാക്കുമ്പോൾ ഈ എററിനാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഈ എററിൽ പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ ഉദാഹരണത്തിൽ 5 പ്ലസ് 5 എറർ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 5 ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പ്യൂട്ടർ റെസിസ്റ്റ് എറർ ബിറ്റ്വീൻ ദ പ്രൊഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ. പ്രൊഡിക്റ്റഡ് വാല്യൂയിൽ നിന്നും ആക്ച്വൽ വാല്യൂയും തമ്മിലുള്ള എറർ കുറക്കാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് കമ്പ്യൂട്ടർ റെസിസ്റ്റ് എറർ കണ്ടുപിടിക്കും ബിറ്റ്വീൻ ദ പ്രൊഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ. ആക്ച്വൽ വാല്യൂ ഇത് പ്രൊഡിക്റ്റഡ് വാല്യൂ, ഇതിന്റെ ഇടയിലുള്ള എറർ കണ്ടുപിടിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫിറ്റ് ദ ഡിസിഷൻ ട്രീ ടു റെസിജ്യൂ നോട്ട് ഒറിജിനൽ ഡാറ്റ ഡയറക്ട്ലി. നമ്മൾ ഈ എററിനെ വീണ്ടും ഫിറ്റ് ചെയ്യാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. പിന്നെ അപ്ഡേറ്റ് ദ മോഡൽ ബൈ ആഡിങ് ദ ന്യൂ ട്രീ പ്രൊഡിക്ഷൻ സ്കെയിൽഡ് ബൈ ലേണിംഗ് റേറ്റ്. ലേണിംഗ് റേറ്റ് വെച്ച് സ്കെയിൽ ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് മോഡൽ അപ്ഡേറ്റ് ചെയ്യും. ദെൻ റിപ്പീറ്റ് ദ പ്രോസസ് മെനി ടൈംസ് ഹൺഡ്രഡ്സ് ഓഫ് ട്രീസ് നമ്മൾ ചെയ്യും. എന്തിന്, എറർ മിനിമം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇതിലിപ്പോ ഈ സെയിം നമ്മൾ അവിടെ പറഞ്ഞ സെയിം സ്റ്റെപ്പുകളാണ് ഈ സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്ഡേറ്റ് ഫസ്റ്റ് ഇനീഷ്യലൈസ് ദ മോഡൽ വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ. ഇത് റിസർച്ച് പേപ്പറിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്. ഓക്കെ, സെക്കൻഡ് വണ് ഫോർ m is equal to 1 to m വരെ നമ്മൾ ചെയ്യും. കമ്പ്യൂട്ട് സോ കാൾഡ് സ്യൂഡോ റെസിജ്വൽ കണ്ടുപിടിക്കും. ഫിറ്റ് ബേസ് നമ്മൾ ചെയ്യും. പിന്നെ കമ്പ്യൂട്ടർ മൾട്ടിപ്ലയർ ഗാമ കണ്ടുപിടിക്കും. സോൾവിങ് ദ വൺ ഡയമെൻഷണൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അപ്ഡേറ്റ് ചെയ്യും മോഡൽ. ദെൻ ഔട്ട്പുട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് we have been provided with the training data. train നമ്മൾ ഈ ഉപയോഗിക്കുന്നുണ്ട് ഡിഫറൻഷ്യൽ ലോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അഥവാ എൽ ഓഫ് വൈ കോമ എഫ് ഓഫ് എക്സ് നമ്പർ ഓഫ് മോഡ്യൂൾസ് അഥവാ ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻപുട്ട് ഇൻ എ ട്രെയിനിങ് സെറ്റ് എക്സ് ഐ വൈ ഐ ഈസ് ഈക്വൽ 1 to n കോമ ഇതാണ് ട്രെയിനിങ് ഡാറ്റ റെപ്രസെന്റ് ചെയ്ത് then a differential loss function അഥവാ L of y, f of x അതാണ് loss function ഇതാണ് loss function L of y, f of x number of iteration അഥവാ m tree will be built. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് അൽഗോരിതം initialize the model with constant value അതിന് വേണ്ടിയിട്ട് f of f0x is equal to argmin of sigma I is equal to 1 to n L of y I comma ഇത് lambda. Okay, അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ലോസ് ഫംഗ്ഷൻ we start with the stage 0 model that means mean model ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് but there is no return step in 1. Okay, ഇതിന്റെ ഔട്ട്പുട്ട് റിട്ടേൺ സ്റ്റെപ്പ് ഇല്ല അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് what does step 1 mean? ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ for a given loss y of I comma gamma find the gamma which minimize the loss function അഥവാ L of yi comma gamma ഇത് മിനിമൈസ് ചെയ്യുന്ന ലോസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് which value of gamma minimize the square loss gamma minimize the square loss minimize ചെയ്യും to find the minima we take a derivative of a loss നമുക്ക് മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ take a derivative of loss function എന്ന് L of y, gamma അപ്പോൾ ഈ L of y അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമുക്കറിയാം f naught x is equal to argmin sigma I is equal to 1 to n L of അഥവാ ലോസ് ഫംഗ്ഷൻ yi gamma ഇതാണ് നമ്മുടെ ലോസ് ഫംഗ്ഷൻ ഓക്കെ അപ്പോൾ ഈ ഫംഗ്ഷന്റെ നമ്മൾ എന്താ കണ്ടത് മിനിമൈസ് സ്ക്വയർ ലോസ് which value of gamma minimize the square loss അപ്പോൾ സ്ക്വയർ ലോസ് കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു ലോസ് ഫംഗ്ഷനെ സ്ക്വയർ ചെയ്യുന്നു അഥവാ yi സിഗ്മ f of f naught x equal to argmin sigma I 1 to n yi minus gamma ഇതാണ് ലോസ് ഇതിന്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നു ഈ സ്ക്വയർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് ചെയ്യുന്നത് അഥവാ ഡോ എൽ ബൈ ഡോ ഗാമ സീക്വൽ വിത്ത് റെസ്പെക്ട് ടു ഗാമ കണ്ടുപിടിക്കും ഡോ ഓഫ് ഐ സീക്വൽ ടു 1 സിഗ്മ ഐ സീക്വൽ ടു 1 equal to n 1 I is equal to 1 to n yi minus gamma whole square അഥവാ ഡോ ഗാമനോട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും then next നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ ഇതേപോലെ നമുക്ക് ആൻസർ കിട്ടും ഇത് എങ്ങനെ കിട്ടിയാൽ ഈ 2 ഇവിടെ പോകും ഓക്കെ പിന്നെ മൈനസ് ഗാമന്റെ ഇത് -1 ആയിരിക്കും അപ്പോൾ ഇവിടെ -2 ഇൻറ്റു നമ്മുടെ ലോസ് ഫംഗ്ഷൻ കിട്ടും നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടു ഫൈൻഡ് ദ മിനിമ വി ഈക്വൽ ടു 0 മിനിമ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈക്വൽ ടു 0 കൊണ്ട് ഈക്വേറ്റ് ചെയ്യണം അപ്പോൾ 0 കൊണ്ട് ഈക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കുന്നു ഈക്വൽ ടു 0 കൊണ്ട് ഈക്വേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഈക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം 0 ഡിവൈഡ് ബൈ ഈ -2 നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ -2 0 എനിത്തിങ് ഡിവൈഡ് ബൈ 0 ഡിവൈഡ് ബൈ എനിത്തിങ് ആണെങ്കിൽ വീണ്ടും അതിൻ്റെ ആൻസർ 0 ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ -2 ഒഴിവാക്കിയിട്ട് yi minus gamma ഈ ഒരു ആൻസർ നമുക്ക് കിട്ടും ഈക്വൽ ടു 0 കൊണ്ട് ഈക്വേറ്റ് ചെയ്യും ഇനി ടേക്കിംഗ് എ ഗാമ ഔട്ട് ഓഫ് സമ്മേഷൻ ഇതിൽ സിഗ്മ ഐ വൈക്കും ഗാമക്കും ബാധകമാണ് അപ്പോൾ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ ടേക്കിംഗ് ഗാമ ഔട്ട് ഓഫ് സമ്മേഷന്റെ പുറത്തേക്ക് ഗാമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഇതിപ്പോൾ ഇങ്ങനെ ഇതാ അങ്ങനെ വെച്ചാൽ ഡോ എൽ ബൈ ഡോ ഗാമ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 1 to n yi മൈനസ് സിഗ്മ ഐ ഇത് സെപ്പറേറ്റ് ആയി എഴുതിയാൽ ഐ 1 to n ഗാമ ഇങ്ങനെ എഴുതല്ലോ അപ്പൊ ഈ സംഭവത്തിന് നമുക്ക് എന്താക്കിയിട്ട് എഴുതാം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം n ഓഫ് ഗാമ എന്ന് എഴുതാം അതാണ് ഇവിടെ എഴുതിയത് ഈ സംഭവം ബാക്കി സെയിം ഇതിനെ ഇതേപോലെ ഇവിടെ എഴുതി ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിട്ട് ഈക്വൽ ടു 0 കൊണ്ട് ഈക്വൽ ചെയ്ത്
ദെൻ നമ്മൾ എന്താക്കുന്ന ഈ ഗാമ എൻ ഗാമനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ സിഗ്മ ഡോ എൽ ബൈ ഡോ ഗാമ സിഗറ്റ് സിഗ്മ ഈക്വൽ ടു 1 to n yi സിഗറ്റ് ടു n ഗാമ കിട്ടി. ഇനി ഇതിൽ നമ്മൾ എന്താക്കി എന്നിനെ ഇവിടേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 1/n ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 1/n ഗാമ സിഗറ്റ് ടു നമുക്ക് എന്താ പറയാ 1/n ഇൻറ്റു സിഗ്മ ഐ സിഗറ്റ് ടു 1 to n yi. ഈ സംഭവം എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ആൾ വൈ. ഇതാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്. സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ മോഡൽ ലൈക്ക് പ്രഡിക്റ്റിംഗ് ദ മീൻ ഓഫ് ടാർഗറ്റ്. അതാ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഓക്കെ, മീൻ ഓഫ് ആൾ വൈ 1/n ഇൻറ്റു i 1/n ഇൻറ്റു i ഈക്വൽ ടു 1 to n സിഗ്മ ഓഫ് 1 to n എന്ന് പറഞ്ഞാൽ yi ഈക്വൽ ടു മീൻ ഓഫ് ആൾ വൈ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ notice that gamma which minimizes the square loss is nothing but mean value. അപ്പോൾ ഈ ഗാമ നമ്മൾ എടുത്ത ഗാമ മിനിമൈസ് സ്ക്വയർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഗാമ നമുക്കറിയാം എന്താണ് മീൻ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്തിന്റെ ഔട്ട്പുട്ടിന്റെ yi-ന്റെ മീൻ വാല്യൂ ആണെന്ന് മനസ്സിലായി. To complex equation is simply telling us to create a mean model ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നു. ഓക്കെ, മീൻ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. ആഫ്റ്റർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എം നോട്ട് സ്റ്റേജ് 0, എം നോട്ടിൽ സ്റ്റേജ് 0 എം നോട്ട് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വി നീഡ് ടു ഫൈൻഡ് h1x അഥവാ h2x അപ് ടു hmx വരെ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ആസ് വെൽ ആസ് വെയിറ്റ്, അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ഗാമ 1 ഗാമ 2 ഗാമ m വരെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രിയേറ്റ് എം മോഡൽ സ്റ്റേജ് 1 to m വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് 2ൽ m is equal to 1 to m വരെ നമ്മൾ ചെയ്യണം. കമ്പ്യൂട്ട് സോ കാൾഡ് സ്യൂഡോ റെസിജ്വൽ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സ്യൂഡോ റെസിജ്വൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് 2.1 in order to train a new model, ഒരു ന്യൂ മോഡൽ ട്രെയിൻ ചെയ്യേണ്ടതിന് we calculate residual of previous model. previous model error we calculate residuals of error of previous model നമ്മൾ എടുക്കും. അതിൽ നമുക്കറിയാം i is equal to i represent the data point and m represent the iteration, number of iteration, എത്ര iteration m reference ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ for m is equal to 1 to m കമ്പ്യൂട്ടർ സോ കാൾഡ് സ്യൂഡോ റെസിജ്വൽ ഇൻഡിക്കേഷൻ ഇതാണ്. ഇതാണ് സ്യൂഡോ റെസിജ്വൽ. ഈ ഒരു സംഭവമാണ് സ്യൂഡോ സ്റ്റേജ് മോഡൽ. ഓക്കെ, ഫോർ m is equal to 1 f of x is equal to f of 1 minus i of x is equal to f not x ആയിട്ട് കിട്ടും. Hence we are calculating pseudo residual dou L by dou f of x of previous stage model. Residual of each point gamma is calculated. Okay. Step 2.2 after finding residual കണ്ടുപിടിച്ചതിന് ശേഷം we fit the model using x of I, RIM അഥവാ ഇത് x of I എന്ന ഫീച്ചേഴ്സ് ആണ്, RIM എന്ന റെസിജ്വൽസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഫിറ്റ് ബേസ് ലേണേഴ്സ് weak learner choose under the scaling. Okay, from m is equal to 1 fit model m1 using f of I rn predict h1 of x നമ്മൾ predict ചെയ്യും. Then after learning the h1 of x we need to find gamma find ചെയ്യേണ്ട ആവശ്യമുണ്ട്. h1 x കണ്ടതിന് ശേഷം ഇതാണ് നമ്മൾ സ്റ്റെപ്പ് 2.3 എടുക്കുന്നത്. A simple term equation is saying to find gamma which minimize the loss. അപ്പോൾ ഗാമ എന്നുള്ള ടേം എന്ന് പറഞ്ഞാൽ ഇത് L of yi is f of m minus 1 x of I plus gamma of h of m x of I. അഥവാ ഈ സംഭവം ആക്ച്വൽ വാല്യൂ ആണ്, ഇത് പ്രഡിക്റ്റഡ് വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ ഗാമ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഗാമ വിച്ച് മിനിമൈസ് ദ ലോസ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാണ് ഗാമ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ
ഇവിടെ നമുക്ക് ഗാമനെ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് for m is equal to 1 y hat is equal to f of 1 minus 1 of xi plus gamma h1 of x എടുക്കുന്നു. Stage model to find the gamma which minimizes the loss. ഗാമ കണ്ടുപിടിക്കും. ലോസ് ഫംഗ്ഷൻ കാണാൻ വേണ്ടി ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാമ കണ്ടുപിടിക്കുകയാണ്. ടേക്ക് എ ഡെറിവേറ്റീവ് ഓഫ് ലോസ് വിത്ത് റെസ്പെക്ട് ഗാമ ഈക്വൽ ടു 0. ഇത് നേരത്തെ പോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ലോസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ഗാമ ആണ് ഈക്വൽ ടു 0 ചെയ്യും. Only variable here is gamma, so rest of everything constant already calculated. Okay. Step 3. After finding the h1 of x and gamma 1, we need to make a final prediction. നമുക്ക് final prediction വേണം. That is combine the previous model with the current model prediction. അഥവാ previous model നമ്മൾ current model prediction കൊണ്ട് combine ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. Update the next നമ്മൾ step update the model. അതിന് വേണ്ടിയിട്ട് നമ്മൾ update model m is equal to 1 f naught x is equal to gamma 1 of h1 of x calculated in step 1 and calculated ഈ സംഭവം h1 of x calculated 2.2 നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ calculated in step 2.3 ഈ gamma 1 3 സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഇത് മൂന്നും കണ്ടുപിടിക്കും. 3 വേരിയബിൾ. നെക്സ്റ്റ് നമുക്ക് ഇതിൽ m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്ററേഷൻ ആണ്. m മീൻസ് നമ്പർ ഓഫ് ഐറ്ററേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അപ്പം നമ്പർ ഓഫ് ഐറ്ററേഷൻ ഇൻക്രീസസ് ദ മോഡൽ became overfit. Okay, that means m is increases model with overfit. Why? എന്തുകൊണ്ടാണ് overfit ആണ്? Because base learner increase more likely training error will end to 0. Training error will trend to 0 ലേക്ക് trend. That means m increase എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസ്റ്റന്റ് ട്രീയിലെ ഇതിന്റെ ശാഖകൾ ഇൻക്രീസ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച ശാഖകൾ ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് ലീഡ്സ് ടു ഓവർഫിറ്റിലേക്ക് ലീഡ് കാരണമാകും. എന്നാൽ എം ഡിക്രീസ് ചെയ്യുക അഥവാ ഡിസ്റ്റന്റ് ട്രീയിലെ ശാഖ കുറയുകയാണെങ്കിൽ അത് അണ്ടർഫിറ്റിന് കാരണമാകും. അതാണ് ഇവിടെ പറഞ്ഞത്. എം ഡിക്രീസ് മോഡൽ വിൽ അണ്ടർഫിറ്റ് ബൈ m is equal to 1 stage 0 1 model prediction will be close to mean model and it trends to underfit. Okay, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1 കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് ഇവിടെ ചോദിച്ചത്. f naught x model will be mean model and for additive combining we do weight addition of consecutive model instead of simple addition. We perform a weighted addition in order to control the influence of base learner. All of the ഇതിൽ ഏത് ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Okay, as we increase the value of m, the number of base learners our model will underfit ആണോ? അത് as we increase the value of m, അഥവാ m ന്റെ ഇപ്പോൾ ഡിസ്റ്റന്റ് ട്രീയിലെ m മീൻസ് നമ്പർ ഓഫ് ഐറ്ററേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്താ അണ്ടർഫിറ്റ് ഓവർഫിറ്റ് നോ ചേഞ്ച് നൺ ഓഫ് ദ അബവ് എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. ഇനി ഹൈപ്പർ പാരാമീറ്റർ എന്താണ്? ഇതിലെ ഹൈപ്പർ പാരാമീറ്റർ എന്താണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഹൈപ്പർ പാരാമീറ്റർ ഡെപ്ത്. ആസ് ദ ഡെപ്ത് ഇൻക്രീസസ് മോഡൽ വിൽ ഓവർഫിറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഡെപ്ത് ഇൻക്രീസ് ചെയ്യാൻ ട്രീൻ്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാൻ മോഡൽ ഡെപ്ത് ഇൻക്രീസ് മോഡൽ വിൽ ഓവർഫിറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞു. വൈ? എന്തുകൊണ്ടാണ് ഇൻക്രീസ് ദ ഡെപ്ത് വാരിയൻസ് ഇൻക്രീസ് ചെയ്യും. ഡെപ്ത് ഇൻക്രീസ് ചെയ്ത വാരിയൻസ് ഇൻക്രീസ് ചെയ്യും നമുക്കറിയാം. മോഡൽ വിൽ ക്യൂക്ക് ഓവർഫിറ്റ്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അപ്പോൾ റെഗുലറൈസേഷൻ ബൈ ശ്രിങ്കേജ്. അപ്പോൾ ഓവർഫിറ്റ് ചെയ്യുമ്പോൾ അതിനെ റെഗുലറൈസ് ചെയ്യണം. അതിനു വേണ്ടി ഫൈൻഡ് ദ മോഡൽ ഇക്വേഷൻ. ഫൈനൽ മോഡൽ ഇക്വേഷൻ ഓഫ് m of x is equal to h naught x sigma m 1 equal to m gamma m h m of x. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ടു റെഗുലറൈസ് വി ആഡ് ദ റെഗുലേഷൻ ടേം ദാറ്റ് ഈസ് ലേണിംഗ് റേറ്റ് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ കറസ്പോണ്ട് ഇവിടെ ഒരു ഗാമൻ ആഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇത് ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയത്. h naught x gamma sigma m
ഒരു 1 to m ഗാമ m h ഡോട്ട് എച്ച് എം എഫ് എക്സ്. ഇത് ഈ ഗാമാനെ നമ്മൾ ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞത്. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ ഈക്വൽ ടു ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ 0-ന്റെയും 1-ന്റെയും ഉള്ളിലായിരിക്കും ഇതിൻ്റെത്. നോട്ട് ആഡിങ് ലേണിംഗ് റേറ്റ് റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് മെത്തേഡ്സ്. ലേണിംഗ് റേറ്റ് ഇതിന്റെ ഇമ്പാക്ട് കുറക്കാനാണ് ചെയ്യുന്നത്. റെഡ്യൂസ് ദ ഓവർഫിറ്റ് പ്രോബ്ലം. ഇത് കുറക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. What will happen if the increased max depth of base layer in boosting? Power fit and under fit and no change ആണ് one of the one നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതിന്റെ ആൻസറും കമന്റ് ബോക്സിൽ ചെയ്യണം. What happen if we have a learning rate is very small? അഥവാ നമ്മളിവിടെ ഗാമ യൂസ് ചെയ്യുന്നില്ലേ, ഗാമ i is equal to 1 to n. അഥവാ ഈ ടൈമില് ഈ ഗാമ ഈ ലേണിംഗ് റേറ്റ് ചോദിച്ചത്, ഈ ലേണിംഗ് റേറ്റ് വെരി സ്മാൾ ആണെങ്കിൽ എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചത്. ഇറ്റ് വിൽ ടേക്ക് എ ലെസ് ഐറ്ററേഷൻ ഫോർ മോഡൽ ടു കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ഐറ്ററേഷൻ ആണോ ലെസ് ടൈം ആണോ എടുക്കുന്നത്? It will take a more iteration. കൂടുതൽ iteration എടുക്കും. No impact will model coverage before reduction of learning rate and none of the above. അതാണ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. What does mean the model is overfit? Model will have a low variance, high bias, high variance, none of the above. അതാണ് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ്. ഇതെന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം GBDT അഥവാ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീ ഓവർഫിറ്റ് ലോട്ട്. അപ്പോൾ ഇതിന്റെ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓവർഫിറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അഥവാ ഹൈ ഓവർഫിറ്റ് മീൻസ് ഹൈ വേരിയൻസ്. അതുകൊണ്ട് ഹൗ ടു റെഡ്യൂസ് ദ വേരിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഹൈ വേരിയൻസിനെ കുറക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഓവർഫിറ്റ് കണ്ടീഷൻ കുറക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൗ ടു റെഡ്യൂസ് വേരിയൻസ് റെഡ്യൂസ് എങ്ങനെ ചെയ്യും നമ്മൾ നോക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ച റാൻഡമൈസേഷൻ ടെക്നിക്ക് വിൽ റെഡ്യൂസ് ദ ഹൈ വേരിയൻസ്. അപ്പോൾ റാൻഡമൈസേഷൻ ടെക്നിക്കിൽ നമ്മൾ റോ സാമ്പിളിംഗ് പ്ലസ് കോളം സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നു റെഡ്യൂസ് വേരിയൻസിന് വേണ്ടി. ക്യാൻ യൂസ് ദ സം ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് റാൻഡമൈസേഷൻ ആസ് യൂസ്ഡ് ഇൻ റാൻഡം ഫോറസ്റ്റിൽ. റാൻഡം ഫോറസ്റ്റിൽ റെഡ്യൂസ് വേരിയൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ വേരിയേഷൻ ഓഫ് ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ്. അപ്പോൾ ഈ വേരിയേഷനെ നമ്മൾ എന്ത് പറയും? സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നു. In GBDT ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസിഷൻ ട്രീയിൽ സ്യൂഡോ റെസിഡ്യൂവൽ അഡിറ്റീവ് കമ്പൈനിങ് ആണ് നടക്കുന്നതെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസിഷൻ ട്രീയിൽ ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസിഷൻ ട്രീ പ്ലസ് റാൻഡമൈസേഷൻ ആണ് നടക്കുന്നത്. റോ സാമ്പിളിംഗ് സിമിലർ ടു അഡിറ്റീവ് കോമ്പിനേഷൻ, സിമിലർ ടു റാൻഡം ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ റോ സാമ്പിളിംഗും റാൻഡമൈസേഷൻ റോ സാമ്പിളിംഗ് പ്ലസ് കോളം സാമ്പിളിംഗ് തന്നെ യൂസ് ചെയ്യുന്നത്. SKLN provide ability to raw sampling. SKLN raw sampling ability നൽകുന്നു. Using the sample hyperparameter and add the column sampling using max feature hyperparameter. Question number 6. Which of the following technique can help in regularization of GBDT gradient boost decision tree? So the following technique can help with the regulation GBDT gradient boost decision tree regulation. Which technique using learning rate ആണോ, using sampling അതോ stochastic GBDT ആണോ, അല്ലെങ്കിൽ all of them? ഇതിൽ ഏതാണ് ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. What do you think do outlier impact in GBDT gradient boost decision tree
ഔട്ട്ലിയർ ഇമ്പാക്ട് ചെയ്യുമെന്നാ ചോദിച്ചത്. യെസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെസിജ്വൽ, നോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റെസിജ്വൽ. അപ്പോൾ അതായത് ആൻസർ നിങ്ങൾ എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്കറിയാം ഔട്ട്ലിയർ, അടുത്ത ടോപ്പിക്ക് നമുക്ക് തന്നെ ഔട്ട്ലിയർ ഇമ്പാക്ട് ചെയ്യുമെന്ന് ഗ്രേഡിയന്റ് ബൂസ്റ്റ് ഡിസ്റ്റൻസ് ചെയ്യും. ആസ് ഈച്ച് മോഡൽ ഫിറ്റ് റെസിജ്വൽ പ്രീവിയസ് മോഡൽ ഔട്ട്ലിയർ വിൽ ഹാവ് എ ഹൈ റെസിജ്വൽ. ഓക്കെ. അതുകൊണ്ട് നമുക്ക് പറയാം ഔട്ട്ലിയർ ഇമ്പാക്റ്റഡ്. ദിസ് കോസ് GBDT to focus its attention to reduce this residual for outlier point. അപ്പം ഈ ഔട്ട്ലിയർ ഇമ്പാക്ട് ഹൈ റെസിജ്വൽ, ഔട്ട്ലിയർ വിൽ ഹാവ് ഹൈ റെസിജ്വൽ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ ഇമ്പാക്ട് കുറക്കാൻ വേണ്ടിയിട്ട് GBDT ഫോക്കസ് അറ്റൻഷൻ റെഡ്യൂസ് ദ റെസിജ്വൽ ഫോർ ഔട്ട്ലിയർ പോയിന്റിന്റെ റെസിജ്വൽ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതെങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹൗ ടു ടാക്കിൾ ദ ഇഷ്യൂ ഓഫ് ഔട്ട്ലിയർ, എങ്ങനെ നമുക്ക് ഔട്ട്ലിയറിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കുന്നത്. വി ക്യാൻ റിസോൾവ് ദ ഇഷ്യൂ ബൈ ചേഞ്ചിങ് ദ ലോസ് ഫംഗ്ഷൻ. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഔട്ട്ലിയർ പ്രോബ്ലം എന്താക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാളർ ലോസ് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിന് ഔട്ട്ലിയർ then we use squared loss ആണെങ്കിൽ the value of loss increase drastically if error value is large. ഇപ്പോൾ സ്ക്വയർഡ് ലോസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ 3 ആണെങ്കിൽ എടുക്കുകയെങ്കിൽ ഇതിന്റെ ലോസ് ഫംഗ്ഷൻ, ലോസ് വാല്യൂ സ്ക്വയർ വാല്യൂ ആണെങ്കിൽ ഇവിടെ 9 ആയിരിക്കും കിട്ടല് ഔട്ട്പുട്ട്. ഓക്കെ, സോറി 3 എടുക്കുകയാണെങ്കിൽ അതിന്റെ ലോസ് ഫംഗ്ഷൻ കിട്ടുമ്പോൾ 9 കിട്ടും. അപ്പൊ ഹൈറ്റ് നല്ല കൂടും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, സ്ക്വയർഡ് ലോസിന് പകരം വി യൂസ് ഹബർ ലോസ് നമുക്ക് യൂസ് ചെയ്യാം. ഹബർ ലോസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഹബർ ലോസിൽ എന്താ വരുന്നത് വെച്ചാൽ, നമുക്ക് സ്ക്വയർ ലോസ് ആസ് എ ലാർജ് ലോസ് കമ്പയർ ടു ഹബർ ലോസ്. ഇപ്പൊ സ്ക്വയർ ലോസിൽ 3 കിട്ടിയാൽ അതിന്റെ 9 ആയിരിക്കും ലോസ് വരുന്നത്. ഓക്കെ. എന്നാൽ ഹബർ ലോസിൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇതിന്റെ മോഡ് എടുക്കുന്നുണ്ട്. അതിന്റെ നേരെ കൂടുതൽ ഉണ്ടാവില്ല. സ്ക്വയർ ലോസ് ജസ്റ്റ് ഇപ്പോൾ 3 ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഹബർ ലോസിൽ 4 കിട്ടുള്ളൂ. അപ്പൊ ഇത് സ്ക്വയർ ലോസിന്റെ ഇതാണെങ്കിൽ ഹബർ ലോസിൽ എടുക്കുമ്പോൾ അതിനാട്ടിൽ കുറവായിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഹബർ ലോസ് യൂസ് ചെയ്യാം. ഫോർ സ്മാളർ റെസിജ്വൽ വാല്യൂ ബോത്ത് സ്ക്വയർ ലോസ് ആൻഡ് ഹൈപ്പർ loss have same value. As a value residual increase, upper loss does not explode this square. Summary of pre-processing. Okay. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഇതിൽ പറയാനുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നമ്മളെ മെയിൽ ID gmail.com അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ 7356 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.